വളരെയധികം പ്രത്യാശയോടുകൂടിയാണ് ഞാൻ ഈ ഒരു തവണത്തെ കോൺക്ലേവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. കാരണം 2013 ചർച്ചിൽ ഏറ്റവും അവസാനമായിട്ടൊരു കോൺക്ലേവ് നടക്കുന്നത്. അത് പോപ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ രാജിക്ക് പിന്നാലെയാണ് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഒരു കോൺക്ലേവ് അരങ്ങേറുന്നത്. അതിനുശേഷം സുദീർഘമായ ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഈ ആഴ്ച വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലെ മറ്റൊരു കോൺക്ലേവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സാധിച്ചു. 2013 വെച്ച് നോക്കുമ്പോൾ 2025 നമുക്ക് വോട്ട് ചെയ്ത കർദിനാൾമാരിൽ നിരവധി ആളുകളെ അറിയാം, അവരുടെ പേരുകൾ അറിയാം, അവരുടെ ചിന്താഗതികളെ പറ്റി നല്ല ധാരണയുണ്ട്. ഇതെല്ലാമാണ് ഈ ഒരു കോൺക്ലേവിനെ നമുക്ക് ഇത്രയും ഒരു കീനായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം ആക്കി മാറ്റിയത്. നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ കർത്താവ് അനുഗ്രഹിച്ച് നല്ലൊരു പോപ്പിനെ തന്നെ ലഭിച്ചു. ലിയോ 14 എന്ന പേരെടുത്ത അമേരിക്കൻ സ്വദേശിയായ റോബർട്ട് പ്രീവോസ്റ്റ് ആണ് ഇത്തവണത്തെ നമ്മുടെ മാർപ്പാപ്പ. അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിലെ അംഗമാണ്. അദ്ദേഹം പെറുവിൽ മിഷണറി ആയിട്ട് സേവനം ചെയ്തിട്ടുണ്ട് നിരവധി വർഷം. അതിനു മുമ്പ് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയത് ഇവിടുത്തെ തന്നെ സുപ്രസിദ്ധമായ വില്ലനോവ യൂണിവേഴ്സിറ്റിയിലാണ്. അതിനുശേഷം അദ്ദേഹം കാത്തലിക് തിയോളജിക്കൽ യൂണിയനിൽ അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചു. അദ്ദേഹം നമ്മുടെ കേരളത്തിലും ഒരിക്കൽ എത്തിയിട്ടുണ്ട്. വത്തിക്കാൻ കൂരിയയിൽ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പുതിയ മാർപ്പാപ്പ. ഇതെല്ലാം സഭയുടെ മുമ്പോട്ടുള്ള ഒരു യാത്രയിൽ ഗുണകരമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാൻ വേണ്ടി സാധിക്കും. പോപ്പ് എലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് സോഷ്യൽ മീഡിയയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് പോപ്പൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വിധത്തിലൊരു മെസ്സേജ് എന്നെ അറിയിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്രയും വലിയ സ്ഥാനങ്ങളിലുള്ള ആളുകളെ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന ഇടുക്കി രൂപതാംഗമായ സച്ചിൻ ജോസ് ഏട്ടിയിൽ 2022 നവംബർ 7 പങ്കുവച്ച ട്വീറ്റ് ലയോ 14 പാപ്പ അന്ന് ബിഷപ്പായിരിക്കെ റീപോസ്റ്റ് ചെയ്തത് കേരള സഭയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ തന്റെ ജീവിതകാലത്ത് 10 മാർപ്പാപ്പമാരെ കണ്ടിട്ടുള്ള സിസ്റ്റർ ആൻഡ്രയെ പറ്റിയുള്ള പോസ്റ്റാണ് അന്ന് ലയോ 14 പാപ്പ ഷെയർ ചെയ്തത്. ആഗോള സഭയുടെ നന്മയും ലോക സുവിശേഷവൽക്കരണവും ലക്ഷ്യമാക്കി സമൂഹമാധ്യമങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സച്ചിൻ പുതിയ പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചു. ഇനി മുമ്പോട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പേപ്പസിയെ പറ്റിയുള്ള പ്രത്യാശ പങ്കുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ വന്ന് നൽകിയ ആദ്യത്തെ സന്ദേശത്തിൽ തന്നെ ഈശോയെ പറ്റി 7 തവണയാണ് അദ്ദേഹം പരാമർശിച്ചത്. അപ്പം തീർച്ചയായിട്ടും ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പേപ്പസി ആയിരിക്കും അദ്ദേഹം നയിക്കുക എന്നുള്ളൊരു ഒരു മെസ്സേജാണ് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു സന്ദേശത്തിലൂടെ ലോകത്തിന് നൽകിയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം LGBT ചിന്താഗതിക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നയാളാണ്. അദ്ദേഹം പാവങ്ങളോട് കരുണ കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നയാളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് നല്ലൊരു പേപ്പസി എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.